ജനങ്ങൾക്ക് അഴിമതി നിറഞ്ഞ സമൂഹത്തിൽ അഴിമതിക്ക് അല്പം ശാന്തി ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന സംവിധാനമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കാണുന്നത്. ഇ ഡി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ശബരിമല കൊള്ളയിൽ പോലും ഇ ഡി വരുന്നു എന്ന് പറയുന്ന സമയത്ത് ആ കൊള്ളക്കാരെ മുഴുവനും പിടിക്കാനായിട്ട് കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു തരി ജനങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ ഒരു സവിശേഷത. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത എന്ന് പറയുന്നത് ആ ഇ ഡി എന്ന് പറയുന്നത് കൊള്ളക്കാരനാൽ നയിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. വലിയ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ നിരവധി മേഖലയിൽ നിന്ന് പണം മേടിച്ചു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ കേന്ദ്ര മന്ത്രാലയം അദ്ദേഹത്തെ നിർബന്ധിതമായിട്ടുള്ള പിരിഞ്ഞുപോക്കിന് പ്രേരിപ്പിക്കുകയും അയാളെ പിരിച്ചുവിടുകയും ചെയ്തു. ആരാണ് ഇദ്ദേഹം? പി രാധാകൃഷ്ണൻ കേരളത്തിലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു വന്ന സമയത്താണ് അതിൽ അന്വേഷണം നടത്തുകയും ഇയാൾ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ അയാളെ നിർബന്ധിതമായി നീ വെട്ടിപ്പോയിരിക്കുമെന്ന് പറഞ്ഞ് കേന്ദ്ര മന്ത്രാലയം പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ രണ്ട് ഭാഷ്യമാണ് നമ്മൾ പത്രങ്ങളിലും അതേപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നത്. ഒന്ന്, CPM അനുകൂലമായ സംവിധാനങ്ങൾ മുഴുവൻ പറയുന്നത് ഇവൻ പണം വാങ്ങിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അപകടത്തിലാക്കാനും ജയിലിലാക്കാനും വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതേസമയത്ത് CPMനെ എതിർക്കുന്നതായ മുഴുവൻ വ്യക്തികളും പറയുന്ന ഒരു കാര്യം, CPMൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയ അയാൾ CPMനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അയാളെ ഇപ്പോൾ കേന്ദ്രം പിരിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇത് രണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു സത്യമുണ്ട്. പി രാധാകൃഷ്ണൻ കൊള്ളക്കാരനാണ്, അഴിമതിക്കാരനാണ്. അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കള്ളപ്പുലികൾ അതിനകത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. അവരെത്രയും മുമ്പ് തന്നെ പിരിച്ചുവിടേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ അതിൻ്റെ തന്നെ വിശ്വാസ്യത സമ്പൂർണ്ണമായിട്ട് തകർക്കും. മറ്റൊരു തരത്തിൽ അതിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്, നമുക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആയുധമാണ് എതിരാളികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ആ വിശ്വാസ്യതയെ പോലും തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ വലിയ അഴിമതിക്കാരനാണ്, കണ്ടവനിൽ നിന്നൊക്കെ പണം വാങ്ങി നാക്കി തിന്ന് ജീവിക്കുന്നവനാണ് എന്ന് വരുന്നത്. വളരെ അപകടകരമായിട്ടുള്ള ഈ സിറ്റുവേഷൻ നമ്മളുടെ മുന്നിൽ തുറന്നു വന്നിരിക്കുന്നു.